ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ് കൺമണിയെ കാണുന്നുണ്ട് കേട്ടോ. കൺമണിയാണെങ്കിലോ കൃഷിനെയും കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ കൺമണി നിൽക്കുന്നത്. കാരണം ഇനി കൃഷ് അത് അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. പക്ഷേ വരുണാണെങ്കിലോ കൺമണിയെ തിരക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയും അതുപോലെ തന്നെ കൃഷും സംസാരിക്കുന്നത് വരുൺ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുമുണ്ട്. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, സർ എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്താ കൺമണി, എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഐ സിയിൽ ആ ബലരാമനുണ്ട്, അവൻ അച്ഛനെ തീർക്കും. സർ എന്തൊക്കെയാണ് പറയുന്നത്? ബലരാമന് ഒരിക്കലും അച്ഛനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അതൊരു കാരണമുണ്ട്, അത് സാറുമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണെന്ന് പറയുന്നു. ഞാനുമായിട്ടോ? എന്താ നീ പറയുന്നത്? സാറിൻ്റെ സ്വന്തം ഒരു ഏട്ടനാണ് ബലരാമൻ എന്ന് പറയുന്നു. കൺമണി, നീ എന്തൊക്കെയാണ് പൊട്ടത്തിനെ വിളിച്ച് പറയേണ്ട എൻ്റെ മുന്നിൽ വെച്ചിട്ട്? സത്യമാണ് സർ, സാറിൻ്റെ മൂത്ത ഏട്ടനാണ് ബലരാമൻ എന്ന് പറയുന്നുണ്ട്. അത് സാഗർ സാറിനും സുജാത മേഡത്തിനും ആദ്യം ഉണ്ടായ മകനാണ്. പക്ഷേ അത് സുമിത്രയും ബാലുവും കൂടി ആ ഒരു കുഞ്ഞിനെ മാറ്റുകയാണ് ചെയ്തത്, ആ ലാലി സിസ്റ്റർ വഴി. അതുകൊണ്ടാണ് അവർക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വളർത്തിയത്. അവനാണ് ബലരാമൻ എന്ന് പറയുന്നു. ടെൻഷനായിട്ട് കൃഷി ആകെ വെപ്രാളപ്പെടുന്നുണ്ട് കേട്ടോ. അവസാനം കൃഷി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഈ രഹസ്യം അറിയണ്ട എന്നുള്ളത്. അതിനുശേഷം തന്നെ മാനസയും അതുപോലെ തന്നെ വരുണിനെയും കാണിക്കുന്നു കേട്ടോ. എന്തായാലും ഞാൻ അറിഞ്ഞ രഹസ്യം ലോകത്തോടെല്ലാവരോടും വിളിച്ച് പറയണം എന്നൊക്കെയാണ് അനിരുദ്ധനും ഒക്കെ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്ത് പാട്ടാകണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും വരുണ് ആ രഹസ്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അതായിരിക്കാം ആ കാരണം. പിന്നീട് ബലരാമൻ ഐ സിയിൽ വെച്ച് തന്നെ സാഗറിനോടും സുജുവിനോടും മാപ്പ് പറയുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. ഞാൻ ചെയ്ത തെറ്റിനെല്ലാത്തിനും നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇനി ഒരു പോറൽ വരാനും ഞാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ ബലരാമൻ മാപ്പ് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും സാഗറും സുജുവും കൂടി ആ രഹസ്യം അറിഞ്ഞാലാണ് കാര്യമുള്ളൂ. പക്ഷേ അത് അറിയില്ല. പക്ഷേ ബലരാമനും അറിയില്ല സ്വന്തം അച്ഛനും അമ്മയും അതാണെന്നുള്ളത്. എന്തായാലും കാലം അത് തെളിയിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നത് എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.